ഇതിനകത്ത് ഒരുപാട് ഒത്തിരി ബോധ്യങ്ങൾ കിട്ടി. അതെല്ലാം പറയാൻ പറ്റുന്നില്ല, കാരണം ഇത്ര സമയമല്ലുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് എൻ്റെ അജ്ഞത നീക്കിയതാണ് എനിക്ക് വലിയൊരു സംഭവം എൻ്റെ ഇത് വന്നത്. മെയിനായിട്ട് മരണം, തനത് വിധി, സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, അന്ത്യവിധി, അതിനെപ്പറ്റി കുറേ ക്ലാരിഫിക്കേഷൻ ഇങ്ങനെ കിട്ടി. പ്രത്യേകിച്ച് അന്ത്യവിധിയുടെ കാര്യത്തിൽ എനിക്ക് കുറേ നാളുകൾ ഈ ഫിൽസി പറഞ്ഞതുപോലെ എനിക്കെപ്പോൾ ഇങ്ങനെ അതേപ്പറ്റി ഇങ്ങനെ ചിന്തിക്കും. ഞാൻ എവിടെ ബുക്ക് തുറന്നാലും എന്ത് നോക്കിയാലും എവിടെ വായിക്കണം അവിടെ ചെന്നൊരു ലൈബ്രറി ചെന്നൊരു ബുക്ക് വായിക്കും, അതെപ്പോഴും അതേപ്പറ്റിയായിരുന്നു. അന്നേരം ഞാൻ ഓർത്തിരുന്നു, ഇതെന്താ അന്ത്യവിധിയുടെ സമയമായോ, അതുകൊണ്ടാണോ ഇത്. പിന്നെ അങ്ങനെ വായിച്ച് കുറച്ച് റോങ് എന്തോ വായിക്കുകയും അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് എനിക്കൊരു ഫ്രീഡക്കുറവ് അങ്ങനെ പറയാൻ പറ്റും, ഫ്രീഡം ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നത്, പക്ഷെ എന്തോ ഒരു കുറവ് എനിക്ക് തോന്നുമായിരുന്നു. എന്നിട്ട് അജ്ഞത ഇതിനകത്ത് അതാണ് ആ ഏരിയയിൽ എനിക്ക് വലിയൊരു ഫ്രീഡം കിട്ടിയിട്ട് ഭയങ്കര ഹോപ്പായി, ജോയ്ഫുൾ എക്സ്പീരിയൻസ്. അതാണല്ലോ പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കും, എന്തുകൊണ്ട് വിശുദ്ധന്മാർക്കൊക്കെ ഇങ്ങനെ എപ്പോഴും ജോയ്ഫുൾ ആയിരിക്കാൻ പറ്റുന്നു. സഫറിങ് അതുണ്ട് ഇതിൻ്റെ കൂടുതൽ, പക്ഷെ അവരെങ്ങനെ ജോയ്ഫുള്ളായി, ആ ആൻസർ ഞാനിങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. അന്നേരം അവിടെ കുറേ എനിക്ക് അവിടെ ഒരു ക്ലാരിറ്റി കിട്ടി. പിന്നെ ഒരെണ്ണം നിധി കണ്ടുപിടിച്ചതുപോലെ എനിക്ക് തോന്നി രാജ്യത്തിൻ്റെ സുവിശേഷം തന്നെയാണെന്ന് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. ശരിക്കും ആ പുതിയ നിയമമാണ്. അന്നേരം ഇപ്പോൾ ഇങ്ങനെ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ആ ഉച്ഛിഷ്ടം, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ സമ്പത്തും ഇവിടുത്തെ ഈ ലോകത്തിൻ്റെതായ സുഖങ്ങളും അതൊക്കെയാണ് ഉച്ഛിഷ്ടം എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ അജ്ഞതയും പഴയ നിയമവും ആണ് ഉച്ഛിഷ്ടമെന്ന് ഇവിടെ മനസ്സിലായി. പിന്നെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. ഏറ്റവും വലിയ എനിക്ക് തോന്നുന്ന ഒരു എൻ്റെ മനസ്സിലോട്ട് വരുന്ന സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അന്നേരം ഇങ്ങനെ സത്യം അറിഞ്ഞ് ഭയങ്കര സ്വാതന്ത്ര്യം ഇപ്പം എനിക്ക് തോന്നുകയാണ്, ഭയങ്കര സ്വാതന്ത്ര്യം. അത് വലിയൊരു സംഭവം. പിന്നെ 5 കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കും, ഈ ബ്രദർ ഇന്ന് വിസ്റ്റത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കുറേ ഗിഫ്റ്റ്സും കൂടെ ഉണ്ടല്ലോ, ഇതെന്തിനു മാത്രം ഇത്ര ഇതെന്താണ്. പക്ഷേ ഇപ്പോഴും ആ ഓർഡർ എനിക്ക് പിടികിട്ടി. അന്നേരം അതിനകത്ത് ആദ്യമേ വിസ്റ്റം, അന്നേരം അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു അതൊരെണ്ണമാണ്. പിന്നെ അച്യുതണ്ട്, അന്നേരം ഞാനെപ്പോഴും ഓർക്കും, ഒരു സൈഡിൽ നിന്ന് പറയുന്നത് എൻ്റെ തലമുടി നേരെ എണ്ണപ്പെട്ടിരിക്കും, അന്നേരം മറ്റു സൈഡിൽ വേറെ. അന്നേരം ഇതിലെല്ലാം ദൈവത്തിൻ്റെ ആ അച്യുതണ്ടിലാണ്. അന്നേരം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ആ ഒരു ബോധ്യവും, അന്നേരം ഒന്നിനെക്കുറിച്ച് ആകുലരാകേണ്ട ദൈവത്തിൻ്റെ രാജ്യം എന്ന് മനസ്സിലാക്കുകയാണ്, ബാക്കിയില്ല ഇങ്ങനെ കൂടെ പോരും എന്നുള്ളൊരു സംഭവം. പിന്നെ ജ്ഞാനത്തിൻ്റെ ഇതിനകത്ത് നിന്ന് കിട്ടിയത് ഇതെല്ലാം ജ്ഞാനമാണ് എന്നെ നയിക്കുന്നത്. ജ്ഞാനത്തിനെ കൂട്ടുപിടിച്ചല്ല, അങ്ങനെയാണ് പറഞ്ഞത്. ജ്ഞാനം എന്നെ നയിക്കുന്നു, അതൊരു വലിയൊരു കൺവിക്ഷനായിരുന്നു. അന്നേരം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ദൈവമേ എന്തോ ഒരു മിസ്റ്റീരിയസ് ഹിഡൻ ഗോഡ്സ് നോളജ് വിസ്റ്റത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാം ഇങ്ങനെ ഓർക്കും, ദൈവമേ എന്തോ ഒരു ഇങ്ങനെ വണ്ടടിച്ചിരുന്നപ്പോഴാണ് ബ്രദർ ഒരു കാര്യം പറഞ്ഞത്, വി ആർ ഓൾറെഡി ഇൻ പൊസഷൻ ഓഫ് ദിസ്. അന്നേരം എനിക്ക് പിന്നെ കണക്ട് ചെയ്യാൻ പറ്റി. ആദ്യം ഞാനിങ്ങനെ ലിസൺ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത്, മോളെ ഇതെല്ലാം നിൻ്റേതാണ്. അന്നേരം ഞാൻ ഓർത്തത്, ഇതെല്ലാം എൻ്റെ ഉണ്ട്, വി ആർ ഓൾറെഡി ഇൻ പൊസഷൻ ഓഫ് ദിസ്. അതാണിപ്പോൾ ഞാൻ ടേക്ക് ഹോം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.